ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഗോകർണയിലെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വിഭൂട്ടി ഫോൾസ് ആണ്. യാന കേവ്സിൽ പോയതിൻ്റെ അവസ്ഥ വ്ളോഗ് 1 കണ്ടവർക്ക് മനസ്സിലാവും. ആ അവസ്ഥ ഇവിടെ ഇല്ലാണ്ടെന്നാൽ മതിയായിരുന്നു. വാട്ടർഫോൾ കാണാൻ പോകണമെങ്കിൽ കുറച്ച് കയറി ഇറങ്ങൊക്കെ വേണമെന്നിട്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ യാന കേവ്സിൽ ഓടിയതിൻ്റെ ക്ഷീണം കൊണ്ട് ആർക്കും ഒരു എനർജി ഉണ്ടായിട്ടില്ല ഗൈസ്. അങ്ങനെ അവിടെ എത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കാണുന്ന മുന്നേ നമ്മളുടെ കണ്ണിൽപ്പെട്ട ഒരു കാഴ്ചയായിരുന്നു. കുറേ മതാവന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ ചെയ്യുന്നറിയില്ല, ബട്ട് നല്ല രസമുണ്ടായിരുന്നു നോക്കിയിരിക്കാൻ. അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ നമ്മളുടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോയത്. എന്താ അറിയില്ല, ആ സമയത്തേക്ക് ഭയങ്കര മടിയായിരുന്നു വെള്ളത്തിൽ ഇറങ്ങാനും. ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഡ്രസ്സ് മാറണം, ഫുൾ നനയും. എന്താണെന്നറിയില്ല, ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ എന്തായിരുന്നു ചിന്തിച്ചു വന്ന്. അങ്ങനെ കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ വെറുതെയുള്ള ഫോട്ടോസ് എടുത്ത്, വീഡിയോസ് എടുത്ത്, എല്ലാവരും കുറേ ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്ത്, കുറേ നല്ല നൈസ് മൊമെൻറ്റ്സ് ആയിരുന്നു. അങ്ങനെ നമ്മൾ മുകളിലോട്ടേക്ക് പോയി ഇതേപോലെ നല്ല ക്ലൈംബൊക്കെ ചെയ്ത്. കുറച്ച് റിസ്ക് ആ ടൈമിൽ ഒരു കാലടി തെറ്റി കഴിഞ്ഞാൽ വീണോ. പിന്നെ നല്ല വഴുക്കായിരുന്നു. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കയറാനൊക്കെ ആവത്തുള്ളൂ. അങ്ങനെ മുകളിലെത്തിയിട്ടുള്ള വ്യൂസും ഒക്കെ നല്ല രസമായിരുന്നു. മുകളിൽ താഴേക്കുള്ള വ്യൂസും നല്ല രസമായിരുന്നു. മൊത്തത്തിൽ നൈസായിരുന്നു. ലൈക്ക് അടിപൊളിയായിനി. ഞാൻ ആ കേസ് പോലെ ഒന്നും മൂഞ്ചി പറ്റുന്നില്ല, സെറ്റായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ ക്ഷീണം നമ്മൾ താഴെ വന്നിട്ട് ഒരു കരിക്ക് കുടിച്ചിട്ട് നമ്മളങ്ങ് തീർത്ത്. പിന്നെ നമ്മൾ കുറേ ട്രാവൽ ചെയ്തിട്ട് നൈറ്റ് ബീച്ച് റിസോർട്ടിൽ സ്റ്റേ ചെയ്ത് ഫ്രഷ് ആയിട്ട് നമ്മളെ ഹെവി ആയിട്ട് ഫുഡൊക്കെ തട്ടി നല്ല നല്ല പല പല ഫുഡ് ഐറ്റംസും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് സെറ്റായി. നമ്മൾ ബീച്ചിൽ പോയി കുറേ കളിച്ച്. അങ്ങനെ അവസാനം എല്ലാവരും ഇങ്ങനെ സമാധാനത്തിലിരുന്ന് കുറേ വർത്തമാനം പറഞ്ഞ്, കുറേ ആൾക്കാരുടെ ലവ് സ്റ്റോറീസ്, കുറേ ബ്രേക്കപ്പ് സ്റ്റോറീസും അങ്ങനെ കുറേ പേഴ്സണൽ സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്ത് ഒരു നല്ലൊരു ഡേ ആയിരുന്നു. അങ്ങനെ നല്ല ദിവസമായിരുന്നു, എക്സെപ്റ്റ് ആ യാന കേവ്സ് മാത്രം. ബാക്കിയൊക്കെ ആക്ച്വലി ആ നൈറ്റ് തൊട്ടായിരുന്നു ശരിക്കും എനിക്ക് പേഴ്സണലി ആ ട്രിപ്പിനോട് ഭയങ്കര ഇൻട്രസ്റ്റും ഇഷ്ടവും വൈബൊക്കെ ഫീൽ ചെയ്തത്.